ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ശാപമാകുന്ന പേരോട്ടുകാരൻ നിഴൽവാദി അയാൾ പറഞ്ഞു മുഹറം 10 ദിവസം യാ ഹുസൈൻ എന്ന് വിളിക്കുന്ന ഒരു പരിപാടിയെ തെറ്റാണ്, അങ്ങനെ വിളിച്ച് പാട്ടുപാടാനൊന്നും പറ്റൂല. അയാൾ അന്നല്ല ഇപ്പൊ അടുത്തും പറഞ്ഞു. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ശാപം ആരാണെന്ന് കുഞ്ഞാമതെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിഴൽവാദി ആരാണെന്നൊക്കെ തെളിവ് സഹിതം ഞാൻ പറയും. അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, മറ്റൊരു വീഡിയോയിലാക്കാം. ഇതൊന്നല്ല, ഇതിലപ്പുറം പറയുന്നുണ്ട്, ഞാൻ ഇവിടെ കേൾപ്പിക്കും. ഇവൻ എന്താ വിഷയം കാര്യങ്ങൾ ആ മദ്യത്തിനോ പറയുന്നുണ്ട്. യാ ഹുസൈന എന്ന് വിളിക്കാൻ പാടില്ല മുഹറം 10 സമയത്ത്, ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് പേരോട് ഉസ്താദ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ആ പേരോട് ഉസ്താദ് പറഞ്ഞത് തെറ്റാണെങ്കിൽ അതിനെ തിരുത്തേണ്ട ഒരു മാന്യത ഉണ്ട്, ആ രീതിയിൽ തിരുത്തണം. ഇവനിക്ക് പേരോട് ഉസ്താദെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തിരുത്താം, ഉസ്താദിനെ വിളിച്ചുകൊണ്ട് തന്നെ തിരുത്താം. അങ്ങനെ തിരുത്തിയാല് ഇവൻ പറയുന്നതിൽ ശരിയുണ്ടെങ്കിൽ ഇവനെ ഈമാനുള്ള ആളുകൾ ഉൾക്കൊള്ളും. പക്ഷെ ഇവന് ഈ രീതിയിൽ പറഞ്ഞ് തിരുത്തിയാല് എന്താണ് തെറി പറഞ്ഞിട്ടാ തിരുത്തുന്നത്, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇവന് ഈമാനില്ല, ഇവൻ കള്ളത്തൊരിക്കത്തിൽ ശൈത്താൻ തൊരിക്കത്തിൽപ്പെട്ടതാണ് എന്നുള്ളത്. അപ്പോ നൗഷാദെ, അനക്ക് ഇങ്ങനത്തെ വല്ല വിഷയങ്ങളും പറയുമ്പോൾ അതിന്റെ മാന്യമായിട്ടുള്ള രീതിയിൽ പേരോട് ഉസ്താദ് ആവട്ടെ, പൊന്മള ഉസ്താദ് ആവട്ടെ, മറ്റുള്ള ആരാവട്ടെ, നിങ്ങൾക്ക് ആരോടൊക്കെ ശത്രുത ഉണ്ട്, ആരൊക്കെ നിങ്ങൾക്ക് എതിരെ പറയുന്നുണ്ട്, അവരോടൊക്കെ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പറയണം. അല്ലെങ്കിൽ നിങ്ങൾ പ്രസംഗിക്കണം, നിങ്ങളുടെ അതിൽ പരിപാടി നടത്തുന്നുണ്ടല്ലോ, ആ രീതിയിൽ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ഈ രീതിയിൽ തെറി പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായിരിക്കുന്ന ഞങ്ങൾ അടക്കും. അപ്പൊ ഞാൻ നോക്കി, ഞാൻ എത്ര വീഡിയോ നിങ്ങൾക്കെതിരെ ചെയ്തു, അതിന്റെ കാരണം എന്താണ്? നിങ്ങൾ 100% ഉടായിപ്പാണെന്ന് മനസ്സിലായത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ എന്തായാലും ഇപ്പം പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാൻ നമുക്ക്. അപ്പൊ അതിൽ നിന്ന് തന്നെ പേരോട് ഉസ്താദ് എന്താ പറഞ്ഞു എന്നുള്ളത് ഈമാനുള്ളവർക്ക്, ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും, കോമാടന്റെ മൂത്രം കുടിച്ചവർക്ക് മനസ്സിലാവില്ല. എന്തായാലും നമുക്ക് കേട്ടോക്കാം. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഷഹാദത്തിന്റെ സമയം വരുമ്പോൾ അതൊരു പ്രത്യേക ആചാരമായിട്ട് അങ്ങനെ അനുഷ്ഠിക്കലൊന്നുമില്ല. നമ്മളെ ഉലമാ പഠിപ്പിച്ചു തന്നിട്ടില്ല. ഏത് ഉലമാടോ പഠിപ്പിച്ചേരാത്ത്, ഏത് ഉലമാ പഠിപ്പിച്ചേരാത്ത്. പച്ച നുണ പറയും ദജ്ജാല്, പച്ച കള്ളം പറയാം. പേരോട് ഉസ്താദിനെയാണ് വിളിക്കുന്നത്. അപ്പോ കുഞ്ഞാമത, എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഉസ്താദുമാര് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല എന്നാണ് പേരോട് ഉസ്താദ് പറയുന്നത്. എനിക്ക് എന്ത് വേണം, പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, അത് പറഞ്ഞു കൊടുക്കണം. അപ്പോഴോ ഈ പറഞ്ഞതിൽ സത്യം ഉണ്ടെങ്കിൽ അത് ഇവിടെ ഈമാനുള്ള ആളുകൾ നിങ്ങൾ ഉൾക്കൊള്ളടോ. അതെന്താ മനസ്സിലാക്കാത്തത്? ആ ഈമാൻ കണക്കൊന്നും. അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്ത് വലിയ ആദരവിൽ കൊണ്ടു നടന്നാലേ, എന്നിട്ട് പറയാണ് ദുഃഖാചരണം നടത്തുക. ദുഃഖാചരണം ആരുടെ ഹംഖാനോട് ദുഃഖാചരണം നടത്താൻ പറഞ്ഞു? കേട്ടില്ലോ പറയുന്നത്. അപ്പൊ പേരോട് ഉസ്താദ് എന്തേ പറഞ്ഞു എന്നുള്ളത് നമുക്ക് തന്നെ ഇവിടെ മനസ്സിലായി അല്ലെ. അത്തരത്തിലെ ദുഃഖാചരണം നടത്തരുത് എന്നാ പറഞ്ഞത്. എന്താണ് ദുഃഖാചരണം? എന്താണ് ഷിയാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ പേരോട് ഉസ്താദിന്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല, ഇവൻ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പോ ദുഃഖാചരണം നടത്തരുത് എന്നായിരിക്കും പേരോട് ഉസ്താദ് പറഞ്ഞാണ്. എന്തൊക്കെയാണ് ഷിയാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പേരിൽ അല്ലെ? നമ്മൾ മുഹറം 10 പലതും നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഇവൻ തന്നെ അത് പറയുന്നുണ്ട്, നമുക്ക് കേൾക്കും ചെയ്യാം. ദുഃഖാചരണം എന്ന് പറഞ്ഞാൽ എന്താ? അന്നത്തെ ദിവസം ഷിയാക്കൾ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. മേലൊക്കെ കീറി പൊളിക്കുക, മാന്തി പൊളിക്കുക, രക്തഭംഗിലമാക്കുക, തലയിലെ മുടിയൊക്കെ പിച്ച് ചീന്തുക, നെഞ്ചത്തടിക്കുക, ഒച്ചുണ്ടാക്കുക, രക്തക്കളി കളിക്കുക. അത് തെറ്റാണ്. അത് ഇവിടെ മുസ്ലിമീങ്ങൾക്കൊക്കെ അറിയാം. അത് ഷിയാക്കൾ ചെയ്യുന്ന ആ പരിപാടി സുന്നത്യമായിട്ടും തമ്മിൽ യാതൊരു ബന്ധമല്ല. ഇപ്പൊ കേട്ടില്ല എന്താ ദുഃഖാചരണം എന്നുള്ളത്? ദുഃഖാചരണത്തിന്റെ കൂടെ ഇവര് പല വിളി വിളിക്കുന്നുണ്ട്. അതൊക്കെ ഒരു പ്രത്യേക സമയത്ത് അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മൾ ആൾക്കാരും എന്ത് ചെയ്യാണ്, പിന്നീട് ചെയ്തു പോകും അല്ലെ. അപ്പൊ അതിനൊക്കെ ഒരു മിതത്വം വരുത്താൻ വേണ്ടിയിട്ട്, അല്ലാതെ അവരോട് അവരെ വിളിക്കാൻ പാടില്ലെന്നോ, അവരെ മദ്ഹ് പറയാൻ പാടില്ലെന്നോ, അവരെ ആണ്ട് നടത്താൻ പാടില്ലെന്നോ ഇവിടെ സുന്നത്തിയമാത്തിന്റെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ഇവിടെ എല്ലാ ഉസ്താദുമാരും എല്ലാ ആൾക്കാരും AP വിഭാഗത്തിൽ ഒക്കെ അത് നടത്തുന്നത് തന്നെയാണ്. അത്തരം അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തുന്നതുമാണ്. ഇപ്പൊ ഈ പേരോട് ഉസ്താദിന് ഇഷ്ടമായി നടത്തിയിട്ടുണ്ടോ? പക്ഷെ ഇവന്മാർക്ക് എന്ത് വേണം? പേരോട് ഉസ്താദ് അത്തരത്തിലുള്ള ആളല്ല. പേരോട് ഉസ്താദിന് എന്ത് ചെയ്യണം? പേരോട് ഉസ്താദാണല്ലോ ഇപ്പൊ ഒരു ശത്രു. അതുപോലെ തന്നെ പൊന്മള ഉസ്താദാണല്ലോ ശത്രു. അതുപോലെ തന്നെ ഹക്കീം ഉസ്താദാണല്ലോ ശത്രു. അപ്പൊ ഇവരൊക്കെ വേറെ രീതിയിൽ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കണം. അതാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാവുള്ളൂ, ഈമാനുള്ള ഏതൊരാൾക്കും അങ്ങനെ മനസ്സിലാവുള്ളൂ. ഇവന്മാർക്ക് കുറച്ച് ശത്രുത ഉണ്ട്. ഇവരെമാരെ ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കിയുള്ള ദേഷ്യം അത് തീർക്കണം. അതിനപ്പുറം ഒന്നുമില്ല. അതിന് കുറെ കോമാടിനെയും ഉദയമാണ്ടിനെയും കുറെ ആൾക്കാരുടെ സപ്പോർട്ടും പിന്തുണയുണ്ട്. അവര് പറയുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ വിളിച്ച് പറയാം. ഇതാണ് ഇവന്മാര് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ബാക്കി പറയട്ടോ. സത്യവും അസത്യം തമ്മിൽ കൂട്ടിച്ചേർക്ക് അതിൽ നമ്പർ 1 ആണ് ഈ ചങ്ങാതി. ഈ കാലഘട്ടത്തിന്റെ ശാപാണ് എന്നാ ഗുരുത്തം കേട്ടോ. അത്രയും നശിച്ചൊരു സാധനം വേറെ അള്ളാഹുടെ ദുനിയാവിലില്ല. ഈ ഉലകത്തിൽ ഏറ്റവും വലിയ മഹബ്ബത്തിന്റെ ശത്രു, ദീനിന്റെ ശത്രു. ആ മുഹറം 10 ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് യാ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന് വിളിക്കാൻ പാടില്ല എന്നങ്ങോട്ട് പറയണേന്ന്. അത് തെറ്റാണ്. എന്നിട്ട് പറയണതോ ഐക്കനെ ചേർത്തി വെച്ചു കൊടുക്കുക. അത് ഷിയാക്കൾ ചെയ്യുന്ന പരിപാടിയാണ് ദുഃഖാചരണം. അപ്പോഴും പറഞ്ഞു ദുഃഖാചരണം. നമ്മളൊക്കെ സാധാരണ മഹാന്മാരുടെ പേരൊക്കെ വിളിക്കലും
അവർക്ക് ഫാത്യ വയറക്കലൊക്കെ ഉണ്ട്. ഇതൊക്കെ പലതും നമ്മൾ ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലത്ത് കാണുന്നുണ്ട്, പല നാട്ടിലും നടക്കുന്നത്. അപ്പൊ അവിടെ നടക്കുന്ന വിളിയും കാര്യങ്ങളൊക്കെ അതേമാതിരി നമ്മൾ ആവർത്തിക്കരുത്. നമ്മളെ നിയന്ത്രണങ്ങൾ ഇന്നതാണ് എന്ന് ഒരു പണ്ഡിതൻ നമ്മളോട് പറഞ്ഞു തരുന്നത് തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കുഞ്ഞാമരെ. പിന്നെ അന്റെ ശത്രുത തീർക്കുക, അത്രേ ഉള്ളൂ എന്നൊക്കെ ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നുള്ളൂ. എനിക്ക് പിന്നെ വല്ല ആശയപരമായിട്ടുള്ള ഒരു വിഷയങ്ങളാണെങ്കിൽ ആ രീതിയിൽ പറഞ്ഞാണെങ്കിൽ അല്ലെ ആശയങ്ങളും ഏറ്റുമുട്ടണം. ഇവിടെ വ്യക്തി വൈരാഗ്യം തീർക്കുകയാണ്. വേറൊരു ഉസ്താദിനെയാണ് തെറി വിളിക്കുന്നത്. ഇതിന്റെ പേരിലാണ് ഇത് ഈ ഒരു ചെറിയ കാര്യം പറഞ്ഞു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ. ദുഃഖം ആചരിക്കലും ദുഃഖമുണ്ടാകലും രണ്ടും രണ്ടായി എവിടുന്നാണ് ഇച്ചു വരുന്നത്? ദുഃഖം ആചരിക്കുക, അതിനായിട്ടൊരു പ്രത്യേക പരിപാടിയൊക്കെ സംഘടിപ്പിച്ചാൽ ആണ്ട് നടത്താൻ ആണ്ട് അവരെ അനുസ്മരിക്കുക, അവരെ മഹത്വം പറയാ, മധുര പറയാ. അപ്പൊ ഈ ആണ്ട് നടത്തുന്നതിന് പ്രശ്നമില്ല, അതാണ് ഈ പറഞ്ഞത്. അങ്ങനെ ആചാരങ്ങൾ നടത്തരുതേ എന്നാ കുഞ്ഞായ്മതേ പറഞ്ഞിട്ടുള്ളത്. ഇത് കുഞ്ഞായ്മതിന് തിരിയായിട്ടൊന്നല്ല. ഇത് കുറച്ച് കഴുതകളുണ്ടല്ലോ മുന്നിലിരിക്കുന്നു, കോമാളിന്റെ മൂത്രം കുടിച്ചാൽ ആ കുഞ്ഞാടുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ആദ്യ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറം ഒന്നുമില്ല. എന്നിട്ട് പറയണ് നമ്മുടെ മുൻകാലത്തുള്ള ഇമാമിയങ്ങൾ അവർക്കറിയാം, പണ്ഡിതന്മാർക്ക് അത് ഏതാണ് ഇവിടെ ആചരിക്കേണ്ടത് ഏതാ ആചരിക്കാത്തതെന്ന്. ഇത് ഇയാൾ ഇവിടെ പ്രസംഗിക്കുക ഒരു ഭാഗത്ത്. അപ്പൊ മുട്ടിത്തങ്ങൾ പുറത്തുനിന്ന് സാദാത്തിടേക്ക് വന്നിട്ട് പറയാം നമ്മളെ മുൻഗാമികളായ ആളുകളൊക്കെ ചെയ്തു വരുന്ന പണിയത് ഇപ്പൊ ചിലവർക്ക് പറ്റണില്ല. ആർക്കാ പറ്റാത്ത? ഈ ചെങ്ങായിക്കാ പറ്റാത്ത. ആരെങ്കിലും മുട്ടിത്തങ്ങളുള്ളത് കലിതങ്ങളാണ് ആ രീതിയിലൊക്കെ പറയുന്നത് കേട്ടോ. ഇതെല്ലാം ഇതിൽ അടച്ച് ആക്ഷേപിക്കുന്നുണ്ട്. ബഹുമാനാണ് സയ്യിദന്മാരെ ആദരിക്കണം, ബഹുമാനിക്കണം എന്നൊക്കെ ഒരു ഭാഗത്ത് പറയും ചെയ്യാം. ആർക്ക്? ഈ ദജ്ജാലൂന കദ്ദാബൂൻ, ഈ പേരോട്ടുകാരൻ നയൽവാദി, ഈ കാലഘട്ടത്തിന്റെ ശാപം, ഈ കാലഘട്ടത്തിന്റെ ദുരന്തം ഓർക്കാത് പറ്റാത്തത്. മുട്ടിത്തങ്ങൾ പറയണെന്താ? പഴയ കാലത്തൊക്കെ നമ്മുടെ പൂർവികരൊക്കെ ചെയ്തിരുന്നു, അഹമ്മദ് ഖാജി സാലിയാത്തി തങ്ങളൊക്കെ പഠിപ്പിച്ചതായിരുന്നു, നമ്മുടെ മുമിനിങ്ങളൊക്കെ ചെയ്തതായിരുന്നു. ഇപ്പൊ തന്നെ മുമ്പ് പറഞ്ഞു അല്ലേ? അപ്പോ ഖലീൽ തങ്ങൾ പറഞ്ഞു ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുന്നതാണോ? എന്താണ് ഖലീൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക? അനുസ്മരണം അതുപോലെ തന്നെ അവരുടെ നേർച്ചകൾ കാര്യങ്ങളൊക്കെ നമ്മൾ നടത്താറുണ്ടല്ലോ എന്നാവും പറഞ്ഞിട്ടുണ്ടാവുക. വേറൊരു ഉസ്താദ് എന്താ പറഞ്ഞതപ്പം പറഞ്ഞത് അത്തരം ആചാരങ്ങൾ. എന്താണ് ആചാരങ്ങൾ എന്ന് പറഞ്ഞു. ഇത് രണ്ടിനെയും ആരാണ് ഈ രീതിയിൽ പിന്നെ പറഞ്ഞു കൊടുക്കുന്നത്? ഇവൻ തന്നെയല്ലേ? നോക്കിങ്ങള് ഇവന്മാരുടെ അവസ്ഥ നോക്കിങ്ങള്. ഇപ്പൊ അവർക്ക് ഷിയാക്കളെ പണിയാണ്. എടാ ചങ്ങായിമാര് ഷിയാക്കൾ ചെയ്യേണ്ടതെന്ന് എഴുതിയിട്ട് നമുക്ക് അവരെ ബഹുമാനിക്കാതിരിക്കണം എന്നാ പറയുന്നത്. ഷിയാക്കൾ നിൽക്കരിക്കുന്നുണ്ട്, നിൽക്കാരൊന്നും വേണ്ട. ഷിയാക്കൾ ഖുർആൻ ഓതുന്നുണ്ട്, നമ്മൾ ഖുർആൻ ഓതണ്ടെന്ന് അറിയാം. ഷിയാക്കൾ വാങ്ങ് കൊടുക്കുന്നുണ്ട്, നമ്മളൊക്കെ വാങ്ങ് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ട. ഷിയാക്കളൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മളാരും ഭക്ഷണം കഴിക്കണ്ട. ഷിയാക്കൾ തുണി കുപ്പായ എടുക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ ജയിച്ചിട്ട് നടന്നോളെ. ഷിയാക്കൾ ചെയ്യണം. എടോ ദീനിന് വിരുദ്ധമായി സുന്നത്തിയമായത്തിന്റെ ആശയത്തിനെതിരായി ശരീരത്തിന് രക്കൊലിപ്പിക്കുക, മുടിപിച്ച് ചീന്തുക, നെഞ്ചത്തടിക്കുക, അന്നൊരു പ്രത്യേകമായ ദുഃഖാചരണം. ഇപ്പോ സത്യത്തിൽ ഇതാണ് സംഭവം കേട്ടോ. ഷിയാക്കൾ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യരുതേ എന്നാവും പേരുത്സവം പറഞ്ഞിട്ടുണ്ടാവുക അല്ലെ? അതിനാണ് ഇപ്പോൾ ആ രീതിയിൽ ചോദിക്കുന്നത്. ഷിയാക്കളാ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്, നമ്മൾ തിന്നുണ്ട്, ഓല് തിന്നുണ്ട്, നമ്മൾ തിന്നായിരിക്കണം എന്ന് ചോദിക്കണേ ഞങ്ങള്. അപ്പൊ ഇതാവും സംഭവം. ഷിയാക്കള ആചാരാണ്, അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ അടുക്കരുതേ എന്നാവും പറഞ്ഞിട്ടുണ്ടാവുക. നോക്കിങ്ങള് പേരുത്സവത്തിന്റെ പ്രസംഗം ഫുള്ളായിട്ട് കേൾക്കണം. അപ്പൊ നമുക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും, ഏതൊരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഇവന്മാര് കട്ട് മുറിച്ച് കൊടുത്തിട്ട് ക്ലിപ്പ് ഉണ്ടാക്കുക. ഒരു വോയിസ് പോലും ഇവന്മാർക്ക് മുഴുവൻ വിടാൻ കഴിയില്ല. ഒരാൾ പറയുന്ന വോയിസ് പോലും അതിന്റെയും സെൻട്രൽ കക്കാണ്. അപ്പൊ ഇവന്മാര് ലൈവ് നടത്തിയിരുന്നു, അതില് ഒരു ഉസ്താദിന്റെ ഒരു വോയിസ് ഞാൻ കേൾക്കണ്ടായി. അതിൽ കേൾപ്പിക്കുന്നുണ്ട്. ആ വോയിസ് പോലും കേട്ടില്ല, അതിന്റെ സെൻട്രൽ മുറിച്ചു എന്നുള്ളതാണ്. ഇവന്മാരുടെ അവസ്ഥ. അങ്ങനെ ഇവന്മാര് എന്തൊക്കെയോ തെറ്റിദ്ധരിപ്പിക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കേണ്ടി വരുന്നത്? കോമാടനും മീനങ്ങാണ്ടി അതുപോലെ ആരൊക്കെ വരെ കൂട്ടുപിടിക്കുന്നവരുണ്ടോ അവരൊക്കെ കള്ള ശൈഖന്മാരായതുകൊണ്ട് തന്നെയാണ്. അത് രണ്ടും കൂടി കൂട്ടിക്കൊഴക്കല്ലേ? അപ്പുറത്തുനിന്ന് കുറച്ചെടുക്ക, അപ്പുറത്തും കുറച്ചെടുക്ക, എന്നിട്ട് എന്റെ ആശയം ഇങ്ങനെ തിരികെ കയറ്റാൻ നോക്കാൻ നടക്കൂല കേരളത്തിൽ. ഇപ്പൊ കേരളം ഈ ആദി തോന്നിവാസം അങ്ങനെ ഇയാൾ പറയുമ്പോ അപ്പുറത്ത് മുട്ടി തങ്ങൾ പറയണ എന്താ എന്തൊക്കെയാണല്ലേ? ഇപ്പൊ പേരുസ്താദി എന്താ അവിടെ പറഞ്ഞിട്ടുള്ളൂ എന്നൊന്ന് ആലോചിച്ച് നോക്കാണ്. അങ്ങനെ ഹസീനാരെ വിളിക്കാൻ പറ്റൂല. അപ്പൊ അതിന്റെ അപകടങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. അത് ആചാരമാണ്, അങ്ങനത്തെ ആചാരം നമ്മൾ ചെയ്യരുത്. എന്നാലോ ഇവൻ തന്നെ പറയുന്നുണ്ട് അത്തരം നേർച്ച കാര്യങ്ങൾ നടത്താം എന്നുള്ളത് ഇവിടെ ഖലീൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പേരുസ്താദും എത്ര ഈ മഹാന്മാരൊക്കെ ചരിത്രങ്ങൾ പറഞ്ഞത് നമ്മളൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കാണാനും പറ്റും. ഇതൊക്കെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കുക ആളുകളെ. അത്രേ ഉള്ളൂ പറ്റി എന്നൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവന്മാർക്കെതിരെയുള്ള വീഡിയോകൾ ഇങ്ങനെ വേണ്ട എന്ന് കരുതുന്നോർത്തോളും നമ്മൾ വീണ്ടും ചെയ്യാൻ നിർബന്ധിതമായി പോകുന്നു. അത്ര തന്നെ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരും.